ഈ SFIയെ തിരുത്താൻ CPM ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. രണ്ടാമതൊരു ഭരണം കൂടെ കിട്ടി കഴിയാറായി. ഇനിയിപ്പോൾ SFIയെ തിരുത്താൻ ഇവർക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? അവർ പറയുന്നത് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഓരോ ആൾക്കാരെയും ഓരോ കോളേജുകളുടെയും ഭരണം നോക്കണമെന്നൊക്കെയാണ്. നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളത് SFIക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനാണ് യുവജന സംഘടനകളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് സാർ ഇത്? കതിരിന്മേൽ വളം വയ്ക്കൽ എന്നൊക്കെ പറഞ്ഞ പോലെ ആവുമോ? ഇവിടെ നമ്മൾ പിണറായി വിജയനെ രക്ഷപ്പെടാനുള്ള അവസാനത്തെ വൈക്കോൽ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ CPMഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ നിമിഷം കഴിയുന്നവരും കൂടുതൽ ഒറ്റപ്പെടുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ പ്രതി പിണറായി വിജയനാണ്. ആദ്യം ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ പിണറായി വിജയനെ നോക്കാനാണ് ഒരാളെ വയ്ക്കേണ്ടത്, ആദ്യം വയ്ക്കേണ്ടത്. പിണറായിയെ നിരീക്ഷിക്കാൻ ഒരാൾ ഇതുപോലെ തന്നെ ഒരു സംവിധാനം SFIക്കാരെ കോളേജുകളിലെ കമ്മിറ്റികൾ നിരീക്ഷിക്കാൻ ഉണ്ടാക്കുന്ന പോലെ പിണറായിയുടെ ഓരോ ചലനങ്ങളെയും പിണറായി കൊടുക്കുന്ന ഓരോ കോൺട്രാക്റ്റിനെയും ഓരോ വാക്കുകളെയും നിരീക്ഷിക്കാനും കൂടി ഒരാളെ വെച്ചാൽ നന്നായിരുന്നു. ഇനി രണ്ടാമത് SFI ഒരു സംഘടന എന്നുള്ള നിലയിൽ, ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിലുള്ള അതിൻ്റെ പ്രസക്തി പണ്ടേ നഷ്ടപ്പെടാനുള്ള കാരണം ആരും ചോദ്യം ചെയ്യപ്പെടാനുള്ളൊരു മേധാവിത്വം മിക്കവാറും എല്ലാ കോളേജിലും SFIക്ക് കിട്ടി. പക്ഷേ ഇപ്പോൾ SFI എല്ലായിടത്തും ഇല്ല സാർ. ഇല്ല, അതിൻ്റെ അത് തകർച്ചയുടെ തുടക്കമായി. KS ഇതുപോലെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എല്ലാ കോളേജിലും KS ആയിരുന്നു സ്ട്രോങ്. അന്ന് SFIക്കാർ അത്യാവശ്യം അടിയൊക്കെ മേടിച്ചിട്ടുണ്ട്, അടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തകർച്ച ഇതാണ്. ഇപ്പോൾ നമ്മളൊരു സെമിനാറിൽ ചെല്ലുമ്പോൾ ചിലർ ചോദിക്കും ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനുള്ള നമ്മുടെ നിർദ്ദേശം എന്താണ്? നമുക്ക് പറയാനുണ്ട്. ഇടതുപക്ഷം എങ്ങനെ തകർന്നു നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. ഇടതുപക്ഷത്തിന് തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വരാൻ കിട്ടിയ പല അവസരങ്ങൾ കിട്ടി, അതൊന്നും വേണ്ടെന്ന് വെച്ചു. ശിവശങ്കരൻ ആദ്യം പറയുമ്പോൾ അപ്പം തുടങ്ങി ആദ്യത്തെ കുത്ത് ശിവശങ്കരൻ്റെ കുത്തായിരുന്നു. ഞാൻ നീട്ടിക്കൊടുക്കുന്ന ഏത് ടോയ്ലറ്റ് പേപ്പറിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒപ്പിടുമെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ സ്ഥാനം എവിടെയായി? അന്ന് ശബ്ദിക്കാൻ പറ്റാതിരുന്നവർ, അത് ഏത് DYFI ആയാലും ഏത് SFI ആയാലും പ്രകടനം നടത്തേണ്ടത് എങ്ങോട്ടായിരുന്നു ആദ്യം നടത്തേണ്ടിയിരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ശിവശങ്കറിൻ്റെ ഓഫീസിലേക്ക് നടത്തണമായിരുന്നു. പിന്നെ വീണ്ടും വരികയാണ്. ശിവശങ്കർ മാത്രമല്ല, സ്വപ്ന സുരേഷ് അവിടെ ഉണ്ടായിരുന്നു. ഏത് രീതിയിൽ വന്നെന്ന് പോലും അറിയാം. ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലെനിൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നേതാവിൻ്റെ പുറകിൽ ഒരു തോക്കുവായി ഒരാളുണ്ടാകണം. നേതാവ് തെറ്റ് ചെയ്താൽ അപ്പോഴേ വെടിവെച്ചിട്ടാക്കണം. ഉണ്ടോ? ഇന്നുണ്ടോ? ഇന്ന് എല്ലാവരും, പക്ഷേ ലെനിൻ പറഞ്ഞ പോലെ എല്ലാവരും കക്കാൻ പോവാ. നീ വീണാചോർന്നോട് പറയും നീ കിറ്റ് വിറ്റോ അല്ലെങ്കിൽ സിറിഞ്ച് മേടിച്ചോ കാശുണ്ടാക്കിക്കോ. ശശീന്ദ്രനോട് നീ തടി വേണ്ട വെട്ടി വിറ്റോ. എല്ലാവർക്കും വീതം കിട്ടിയാൽ മതി. വീതം വേണ്ടാന്ന് വെക്കാൻ ആരും ഇല്ലതാനും. പാവം പണ്ടൊരു സുധാകരൻ ഉണ്ടായിരുന്നു. സുധാകരൻ ഇപ്പോൾ പെരുവഴിയിലുവാ. അല്ലാത്ത എത്ര പേരുണ്ട്? രവീന്ദ്രനാഥിനെ മത്സരിക്കാൻ അവസരം കൊടുത്തില്ല. അതിന് പകരം ജലീലിനെ കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കണം. രവീന്ദ്രനാഥിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് ജലീലിനെ കൊണ്ടുവരുന്നത്. ഇതാണ് ഈ രീതിയിൽ നടന്നിരിക്കുന്നത്. ഇനി SFIയെ നന്നാക്കാനുള്ള ശ്രമം എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങും? അതിനുള്ള ആദ്യത്തെ അവസരം കിട്ടിയത് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്നുള്ള പയ്യനെ പൈശാചികമായി വെട്ടി കൊന്ന് അവസ്ഥ. അവർക്ക് പ്രയോജനം കൊടുത്ത് പീഡിപ്പിച്ചാണ് സാർ കൊല്ലുന്നത്. അവരെ പൂർണ്ണ നഗ്നനായിട്ട് നിർത്തി പെൺപിള്ളേർ ഉൾപ്പെടെ വട്ടം കൂടി കൈയടിക്കുക, അട്ടഹസിക്കുകയായിരുന്നു യക്ഷികളെ പോലെ. അവിടുത്തെ പെൺകുട്ടികളെ SFIയുടെ പെൺകുട്ടികൾക്ക് നല്ല റോളുണ്ട്. ഈ കൊലപാതകം ഇവർക്ക് ആവേശം കിട്ടിയ എവിടുന്ന? ഈ കൊലപാതകത്തിന് ആവേശം കിട്ടിയ എവിടുന്ന? വടകര ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതിൽ നിന്നാണ്. അത് മാത്രമല്ല സാർ, നമുക്ക് നവകേരള യാത്രയിൽ ഈ കണ്ട തെമ്മാടിത്തരം ഇതിൻ്റെ അകത്ത് നിന്നൊക്കെയുള്ള സ്പിരിറ്റ് ഉൾക്കൊണ്ടാണ്. അതിൽ മുഖ്യമന്ത്രി ചിരിച്ചോണ്ടാണ് ജീവൻ രക്ഷാ പ്രവർത്തനം. അതെ, അപ്പൊ പിന്നെ ഈ പറയുന്ന ചെക്കന്മാർ പിന്നെ എന്ത് ചെയ്യും? തല്ലുന്നതും കൊല്ലുന്നതും ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നേ അവർ കരുതുള്ളൂ. അതാണ് പാർട്ടിയുടെ ബലം. ഇനി വേറൊരു ഇതിൻ്റെ SFI എന്ന് പറഞ്ഞ സാധനം നമ്മൾ പൊലിപ്പിച്ച് കാണിക്കുന്ന പോലെ ഇല്ല. അത് ആന്തരിക ശക്തി അതിനില്ല. പുറമെ മുദ്രാവാക്യം വിളിക്കാനും ബഹളം വയ്ക്കാനും മാത്രമേ അവർക്കറിയാവുള്ളൂ. അങ്ങനെ ആക്കി എടുത്തു അവരെ. തീക്ഷ്ണമായൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്ന ആരുണ്ട് SFIയിൽ? ആർക്ക് പറ്റും? ഈ SFIക്കാരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന കോളേജ് അധ്യാപക സംഘടന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരിവരെ ഉപയോഗിക്കുകയാണ്. കോളേജിൽ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ പണികൾക്കും കോൺട്രാക്റ്റിനും ആഘോഷങ്ങൾക്കും സെമിനാറുകൾക്കും വേണ്ടി
അത് നടത്തിക്കാൻ ഇവരുടെ സഹകരണം വേണം. അതിൽ നിന്നും കിട്ടുന്ന ലക്ഷങ്ങൾ കിട്ടും. ഒരു അക്കാഡമിക് സെമിനാർ നടത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ പരിപാടികൾ ഇപ്പോൾ മഹാരാജ് സ്കൂളിൽ 150 വർഷത്തെ ആഘോഷം നടക്കുകയാണ്. എല്ലാം അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ ആരാ പൈസ ചിലവാക്കുന്നത്, എത്രയുണ്ട്, ആരാ കണക്കുന്നത്? അവിടുത്തെ അധ്യാപക സംഘടനയുടെ മുമ്പിൽ നിൽക്കും. മഹാരാജ് സ്കൂളിൽ 150 വർഷം കഴിഞ്ഞോ എന്ന് ആർക്കും അറിയത്തില്ല കൃത്യമായിട്ട്. അതാണ് സ്ഥിതി. അപ്പോൾ SFI എന്ന് പറയുന്ന സാധനത്തെ നന്നാക്കാൻ ഉള്ള ഇവരുടെ ശ്രമം, ആദ്യം ഇവർ നന്നാകാതെ SFI നന്നാക്കാൻ പറ്റുമോ? പാർട്ടിക്കാർ SFIക്കാർ നന്നാകാൻ തീരുമാനിച്ച് നാളെ തൊട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം വളർത്താം, സോഷ്യലിസം വളർത്താമെന്ന് വിചാരിച്ച് നാട്ടിലേക്ക് ഇറങ്ങിയാൽ എങ്ങോട്ടാണ് ചെല്ലേണ്ടത്? NGO യൂണിയൻ്റെ ഓഫീസിലേക്ക് ചെല്ലണം. അവിടെ കൈക്കൂലി വീതം വയ്ക്കുന്ന സർക്കാരിക്കും. CITUവിൻ്റെ ഓഫീസിലേക്ക് ചെല്ലണം. അവിടെ എങ്ങനെ ചോണ്ടുകൂലി അല്ലെ എന്താ പറയുക നോക്കുകൂലി മേടിക്കുന്നതിന് തർക്കമായിരിക്കും. ആരുടെ അടുത്തേക്ക് SFIക്ക് മാതൃക കാണിക്കാൻ ഏത് നേതാവുണ്ട് പറയാവുന്നു? മാതൃക എപ്പോഴും പ്രവർത്തന രംഗത്തുള്ള നേതാക്കന്മാരാണ് മാതൃക. പി കൃഷ്ണപിള്ളയുടെ മാതൃക എല്ലാവരും പറയും, AK ഗോപാലിൻ്റെ മാതൃക എല്ലാവരും പറയും, സുഗതൻ്റെ മാതൃക എല്ലാവരും പറയും, സുധാകരൻ്റെ മാതൃകയും വേണേൽ പറയാം, VSൻ്റെ മാതൃകയും പറയും. ഇപ്പം നിലവിലുള്ള ഏത് നേതാവിനെ നിങ്ങൾക്കൊരു മാതൃകയായിട്ട് പറയാൻ പറ്റും? പറയാമോ നിങ്ങൾക്ക്? ആരെയാണ് മാതൃകയാക്കേണ്ടത്? SFIയുടെ മന്ത്രിസഭയിലുള്ളവരെടുത്ത് ബാലഗോപാലിനെ മാതൃകയാക്കണോ? വീണ ജോർജിനെ മാതൃകയാക്കണോ? ആരെയാക്കണം? ഇനി മറ്റു കക്ഷിയാണ് ശശീന്ദ്രനെ മാതൃകയാക്കണോ? P രാജീവിനെ മാതൃകയാക്കണോ? MP രാജേഷിനെ മാതൃകയാക്കണോ? ആരെയാണ് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് SFI ഇവിടെ ഉണ്ടോ? പാർട്ടിയിലുണ്ടോ? ഇവരെ കണ്ടുകൊണ്ട് ഇവർ വളരുന്നത്, ഇവരുടെ ശിഷ്യന്മാരായിട്ടാണ് വളരുന്നത്. നാളെ ഇവരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പോകാനുള്ള ചാൻസും അതിൻ്റെ അകത്തുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് SFI നന്നാകണമെങ്കിൽ SFI തന്നെ വിചാരിക്കണം. കേസും അങ്ങനെ നന്നായി. കോൺഗ്രസ്സുകാർ നന്നാക്കാൻ വന്നിട്ട് നന്നായ സംഘടനയല്ല കോൺഗ്രസ്. തന്നെത്താൻ സമരം ചെയ്ത് തന്നെയാണ് നന്നായി. ഇപ്പോൾ ഒരു മെച്ചമുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കുറേ മെച്ചമുണ്ട്. കാരണം അവരുടെ മെച്ചമല്ല, SFIയോട് മനസ്സിൽ പലർക്കും വെറുപ്പ് തോന്നി തുടങ്ങി. പിന്നെ SFI ഒന്നും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ പുറമേ കാണുന്ന നല്ല SFI, അത് വെറും വട്ടപൂജ്യം. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞൊരു 15 വർഷം നമ്മളിപ്പോൾ പറഞ്ഞ വിഷയങ്ങളാണ്. 15 വർഷം കോളേജിൽ പുതുതായിട്ട് ചേർന്ന, സ്കൂളുകളിൽ +2 ചേർന്ന 18 വയസ്സ് കഴിഞ്ഞ പിള്ളേർക്കെല്ലാം വോട്ടവകാശം ഉണ്ടല്ലോ. അതിൽ 90% കോളേജുകളിലും സ്ഥാപനങ്ങളിലും ജയിക്കുന്നത് SFI ആണല്ലോ. ഇപ്പോൾ ഈ പുതിയ വോട്ടേഴ്സ് വന്നവർ മുഴുവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് വന്ന വോട്ടേഴ്സ് മുഴുവൻ ആരുടെ ലിസ്റ്റിൽ പെടണം? SFIക്കാരായി വന്നവർ ഓട്ടോമാറ്റിക്കായിട്ടും CPMന് വോട്ട് ചെയ്യണ്ടേ? അത്രയും വോട്ടോടെ ഇവരുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ CPM ഒറ്റയ്ക്ക് കേരളം ഭരിക്കുമായിരുന്നു ഇല്ലയോ? ഇവരെ കോളേജ് വിട്ട ശേഷം ഒറ്റ കൊടുത്തതിന് ഇതിൻ്റെ പുറകെ പോയിട്ടില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം കുട്ടികളൊക്കെ അവരുടെ ജീവിതമാർഗം തേടി, അല്ല ആശയപരമായ അടിത്തറ കൊടുക്കാനില്ല. ജീവിതമാർഗം തേടിപ്പോയിട്ട് അവർക്ക് രാഷ്ട്രീയം അവർ എന്നേക്കുമായി ഉപേക്ഷിക്കുക. അങ്ങനെ തന്നെയാണ് നിരവധി കുട്ടികളെ നമുക്ക് അടുത്ത് സംസാരിച്ച് വരുമ്പോൾ അറിയാൻ പറ്റും. കോളേജിലോ അല്ലല്ലോ SFI അല്ലല്ല, ഒന്നുകിൽ SFIയുടെ കൂടെ അടി മേടിക്കും. പിന്നെ ഒരു ഓളം കിട്ടാനുള്ളതാണ് നല്ലത്. എവിടെയെങ്കിലും വെച്ചൊരു വഴക്കോ തല്ലോ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് മയക്കുമരുന്ന് കഴിച്ച പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ SFI ഉണ്ടെന്ന്. തീർച്ചയായിട്ടും കോളേജ് മൊത്തം പ്രശ്നം ഉണ്ടായാലും കോളേജ് അധ്യാപക സംഘടന ഇവരെ രക്ഷിക്കാൻ. തീർച്ചയായിട്ടും എത്ര കഥകൾ നമുക്ക് പറയാം. തീർച്ചയായിട്ടും പഠിക്കാതെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാ. ഇപ്പോൾ PK ബിജു എത്ര നാൾ മറ്റേ ഹോസ്റ്റലിൽ താമസിച്ചു? ആലോചിച്ച് നോക്ക്. MG ഹോസ്റ്റലിൽ താമസിച്ചു, പഠിത്തം കഴിഞ്ഞ് പോയിട്ട് താമസിച്ചു. ഇപ്പോൾ PK ബിജുവിനെ കുറ്റപ്പെടുത്താൻ ചന്ദ്രചൂഡിന് പറ്റുമോ? അതെ അതെ അതെ. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് തിരുത്തണമെങ്കിൽ ഏറ്റവും നല്ല സംഘടന SFI ആണ്. KS വേണം, വിദ്യാർത്ഥി സംഘടനകളാണ് ഇത് തിരുത്താൻ ഏറ്റവും നല്ല സംഘടന. തിരുത്താൻ അവർ തയ്യാറാവില്ല. ഈ കഴിഞ്ഞ ഒരു 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലത്തിനിടയ്ക്ക് SFIക്ക് ബ്ലാക്ക് മാർക്ക് ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ അവരിവിടെ അല്ലാതെ നല്ല കാര്യങ്ങൾ എന്താ കഴിഞ്ഞു? നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോൾ ബൈ പൊളിറ്റിക്കലി CPMന് വേണ്ടിയാണ് ആ യൂണിവേഴ്സിറ്റി സെനറ്റുകളുടെ നടയിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭാരതാംബ ചിത്രവും പിന്നെ സെനറ്റ് ഓഫീസിന്റെ നടയിൽ രജിസ്ട്രാറുടെ വിഷയവും ചാൻസലറുടെ വിഷയവും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പിള്ളേരെ കണ്ട സമരം. അത് പിണറായി വിജയനും ഗോവിന്ദനും കൈവിട്ടു. ഗോവിന്ദൻ പോയി ആവേശമൊക്കെ പകർന്നു മുട്ടി അഭിവാദ്യം അർപ്പിച്ചു. ഈ കൊലപ്പുള്ളികൾക്ക് സ്വീകരണം കൊടുത്ത പോലെയാണ് അവിടെ പോയ പിള്ളേർക്ക് ഗോവിന്ദൻ സ്വീകരണം കൊടുക്കാൻ പോയത്. എന്നിട്ട് എന്തായി? ഗവർണർ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് നടക്കും. ഗവർണർ നടക്കുന്നുണ്ട്. ഇവിടുന്ന് മുഖ്യമന്ത്രി എന്ന് കണ്ട് എങ്ങനെയെങ്കിലും കാല് പിടിച്ച് ഒരു മന്ത്രി പറഞ്ഞിട്ട് 2 മന്ത്രിമാർ പോയി. ബിന്ദു പോയില്ലല്ലോ. അല്ല, ബിന്ദുവിൻ്റെ കൂടെ മറ്റേ പോയില്ലേ? എന്നിട്ട് സുപ്രീം കോടതിയുടെ വിധി എങ്ങനെയാ പറഞ്ഞത് ചാൻസലർമാരുടെ വിഷയത്തിലൊക്കെ? അല്ല, അതെ സുപ്രീം കോടതി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് UGCക്ക് ഇടപെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവർണർ ഉണ്ടാക്കി വയ്ക്കുന്ന ആ ലൈനിലാണ് കളിക്കുന്നത്. നാളെ ഇവിടുത്തെ ഗ്രാൻഡ് തടയാം. മാക്സിമം വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ പോലും തടയാം. എന്താ വരാത്തതിൻ്റെ കാര്യം? പാവം പിടിച്ച പിള്ളേരുടെ ഭാവിയാണ് നശിക്കാൻ പോകുന്നത്. അപ്പോൾ സാർ, ഇതിൽ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ജില്ലാ കമ്മിറ്റിയിലെയും നേതാക്കളെ ഇനി ഓരോ കോളേജ് ഏൽപ്പിച്ചാലും ഇനിയിപ്പോൾ ഏതാണ്ട് പിന്നെ എന്താ പറയില്ല, നമ്മൾ ഈ ക്യാൻസർ ബാധിച്ച് ഒരു ശരീരഭാഗം മൊത്തത്തിൽ പോയി എന്നൊക്കെ പറയുന്ന പോലെ
ഏതാണ്ട് SFIയെ എന്നേ ക്യാൻസർ ബാധിച്ച് തിന്നു കഴിഞ്ഞു. അല്ല, കോഴിയെ കാക്കാൻ കുറുക്കനെ ഏൽപ്പിക്കാം, അത്രേ ഉള്ളൂ. കോഴിയെ കാക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുക. കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും ഇവരെ പുതിയ തരികട. പുതിയ അതാ